എന്നെ സിനിമയിലേക്ക് മെയിനായിട്ട് കൊണ്ടുവന്ന ആൾ തന്നെ പണ്ടേ സിനിമയിൽ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന്. ധ്യാനൂട്ടനെ ഫസ്റ്റ് കാണുന്നത് ആ ടൈമിലാണ് അവരുടെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. ഇത്രയൊക്കെ ആയിട്ട് ഒന്നും ആകാതെ ഒരു കുടുംബത്തിൽ ഇത് ഒതുങ്ങിപ്പോയോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഞാനിത് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ അങ്കിള് മോന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് വിട്ടു. പക്ഷെ അങ്കിള് വീട്ടിൽ പോയി സ്ക്രിപ്റ്റും ഒക്കെ എടുത്തു വന്ന് പിന്നെ എന്നെ പഠിപ്പിലായിരുന്നു. അപ്പം നമ്മുടെ ബെല്ലടിക്കുന്ന ജോസേട്ടനെ പറഞ്ഞു വിടും. ജോസേട്ടാ ഓണ്ടാൻ മേടിച്ചോണ്ടാ, പരിപ്പോടം മേടിച്ചോണ്ടാ, കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. ഹായ്, എല്ലാവരും ഒരു ഓണം മൂഡിലാണ്. ഓണത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ശരിക്കും നമുക്ക് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ അതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ SJCCയുടെ ഓണം ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത് സ്മിനു ചേച്ചിനെ കുറിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം, അങ്ങനെ ഒരാള്. ശരിക്കും ചേച്ചിയുടെ ഒരു കഥാപാത്രം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇത് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ, എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ പറയണേ, എൻ്റെ ചേച്ചി ഇങ്ങനെയല്ലേ പറയണേ, അങ്ങനെയുള്ള ഒരാളാണ്. ആ ആളെ തന്നെയാണ് നമുക്കിന്ന് ഈ ഒരു ഓണം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ലഭിച്ചിരിക്കുന്നത്. ഹായ് ചേച്ചി, നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിന്റെ തിരക്കൊക്കെ എവിടെ വരെയായി? അങ്ങനെ തിരക്കൊന്നുമില്ല. തിരക്കില്ല. അപ്പോഴേ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു ഓണം ഫീൽ എങ്ങനെയാണ്? നമുക്ക് ഓണത്തിൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഓണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം, അതിനുശേഷം സിനിമാ വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ സിനിമയിൽ വന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേകിച്ച് മാറ്റം അങ്ങനെ ഫീൽ ആയിട്ടില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റിലൊക്കെ ഓണം ഏതെങ്കിലും ഒരു വർഷം? ഒരു പ്രാവശ്യം ID എന്ന് പറയുന്ന ഒരു മൂവിയുടെ, ബാക്കിയൊക്കെ കഴിവതും വീട്ടിൽ എത്താറുണ്ട്. അപ്പോഴേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ഈ സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അതിപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ആദ്യം ആ ഒരു സിനിമ വരുന്നു അല്ലെങ്കിൽ അത്രമേൽ ആഗ്രഹിച്ച് ഈ ഒരു മേഖലയിലേക്ക് വന്നതാണോ, അല്ലെങ്കിൽ വന്നത് ഇച്ചിരി ലേറ്റായി പോയോ എന്നൊരു തോന്നലില്ല? ഓരോന്നിനും എന്നെ സിനിമയിലേക്ക് മെയിനായിട്ട് കൊണ്ടുവന്ന ആൾ തന്നെ പണ്ടേ സിനിമയിൽ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന്. അപ്പം നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അഭിനയ മോഹം ഉണ്ടായിരിക്കാം. ഞാനൊരു സ്പോർട്സ് താരമായിരുന്നു, അതിലാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ആകുമെന്ന് ആഗ്രഹിക്കുകയല്ല, കരുതിയിരുന്നു, ഉറപ്പിച്ചിരുന്നു. എനിക്കൊന്ന് ചേച്ചിയുടെ ചുറ്റുമുള്ള ആളുകളും അത് തന്നെയായിരുന്നു. എല്ലാവരും, എൻ്റെ വീട്ടിലുൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്, ഉറപ്പിച്ചിരുന്നു 100%. അതിൽ ചിലപ്പം 110 അങ്ങനെ തന്നെ ഉറപ്പിച്ചു. പക്ഷെ അങ്ങനെ ആയില്ല. കാരണം നമുക്ക് ഒരു വിധിയുണ്ട്, അതിലെത്തും. അങ്ങനെ എത്തിയ ഒരാളാണ് ഞാൻ. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് ശ്രീനേട്ടനോട് തന്നെയാണ്. ശ്രീനേട്ടൻ എന്നൊരു വ്യക്തിയാണ് എനിക്ക് ഇന്നിവിടെ എത്താനൊരു കാരണം. അതിൻ്റെ മരണം വരെ ഉണ്ടാവും. നമുക്കത് ആ കാര്യങ്ങളൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ ആദ്യത്തെ സിനിമ വന്നു, ആദ്യത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടിന് മുൻപ് ചെറിയ പനിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഒരു പണി കിട്ടി എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ടെൻഷൻ കാരണം പനി പിടിച്ചായിരുന്നു. അയ്യോ എൻ്റെ അമ്മ ഓർക്കാൻ മേല. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒന്ന് ശരിക്കും എൻ്റെ വലിയ കൂട്ടുകാരിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവളത് ആ സൗഹൃദം കരുതി മനസ്സിൽ വെച്ച് ഇങ്ങനൊരു സമയം വന്നപ്പം അവൾക്ക് വന്ന ഒരു ഇത്, ഇന്ന കുട്ടി പറ്റുമെന്നും പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു. എന്നോട് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു പോകാതിരിക്കല്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഇന്നെൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് അങ്ങനെ അധികം ആൾക്കാരില്ല. പക്ഷെ അവളെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. കാരണം ലാഭമൊന്നും മോഹിക്കാതെ, അല്ലെങ്കിൽ അവൾക്ക് വന്നതുപോലെ അവൾ എനിക്ക് വെച്ച് നീട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ സിനിമയിലെ പോലെ ഒരു ഉത്തമ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിട്ട് ശാന്തി അല്ലേ? അതെ അതെ, ശാന്തി മാറുകയായിരുന്നു. ഓക്കെ, അപ്പം അതും ഒരു നിമിത്തമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടില്ലേ, സ്മിനു
ശരിക്കും ഞാൻ വീട്ടിൽ ചെയ്യണത് പോലെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് പറയണ പോലെ തന്നെയാണ് സ്മിനുവിൻ്റെ ക്യാരക്ടർ. ഇപ്പം സ്ലീവാച്ചൻ്റെ ചേച്ചി അന്നേച്ചി, അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് പിന്നീട് സിനിമ റിലീസായതിനു ശേഷമുള്ള ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ളൊരു പ്രതികരണം എന്തായിരുന്നു? അതെൻ്റെ നാത്തൂൻ്റെ തന്നെ പ്രതികരണമായിരുന്നു. കാരണം അവള് ഞാൻ ഈ സീറ്റിരിക്കുന്നു, അവളിങ്ങനെ സീറ്റിരുന്ന് ഞങ്ങളെ കാണുന്നത്. ഓരോ സീൻ കഴിയുമ്പോഴും അയ്യോ ചേച്ചി, ആൾക്കാരുടെ ചിരി കഴിഞ്ഞാൽ അവളുടെ ചിരി തീരൂല. കാരണം അവൾക്കറിയാം ഞാൻ എന്ന ക്യാരക്ടറാണത്. ഞാൻ എന്തൊക്കെയാണോ അവളോട് പറഞ്ഞത് ആ ഒരു അതെല്ലാം ഞാൻ ആ സിനിമയിൽ പറയുന്നുണ്ട്. കാരണം സിനിമയെ പോലും ഒരു പാവം ചേച്ചി തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അന്നേച്ചി എന്ന് പറയുന്നത് ശ്രീവാച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചേച്ചി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ചേച്ചി കിടപ്പുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ്, എന്നെയാണ് ഞാൻ ആ സിനിമയിലേക്ക് കൊടുത്തത്. അതുകൊണ്ടായിരിക്കാം ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇത് സാധാരണ ഒരു പാവം ചേച്ചി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു. ഒരു നാച്ചുറൽ ആക്ടിങ് തന്നെയാണ് അല്ലേ? നമുക്ക് ഒരു എന്താ സ്വാഭാവികത കൈവരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിജയമായിട്ട്. അത് എൻ്റെ ആങ്ങളെ ഷാനെ കണ്ടുകൊണ്ട് തന്നെ ഉള്ളിൽ അതുപോലൊരു ഫീല് തോന്നിയായിരുന്നു. ആ ഒരു ഇതിലാണ് അത് നേരത്തെ തന്നെ കുട്ടായിയായിട്ട് അതായത് സിഫിലിയായിട്ട് നമുക്കൊരു പരിചയമായി. അതാ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞ് സിഫിലി നല്ല ഫ്രീഡം ആയിരുന്നു നമ്മളോട്, എല്ലാവരോടും ഫ്രീ ആയിട്ട്. അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഭയം മാറിക്കിട്ടി. പിന്നെ നമ്മളായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു. ഇപ്പൊ ഞാൻ പറയാണ്, ചേച്ചിക്ക് 2 മക്കളല്ല 3 മക്കളുണ്ട്. ധ്യാനുട്ട് കേക്കണ്ട, ബാക്കി മക്കളല്ലാതെ എന്നെ പഞ്ഞിക്കിടും. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ധ്യാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേന് ഒരു പ്രത്യേക ഓറയാണ്, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പൊ ചേച്ചി കുറച്ചുകൂടെ ഭയങ്കര ഹാപ്പി ഫീലിലേക്ക് പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പല ചാനൽ ഷോസിലൊക്കെ ഒരുമിച്ച് വരുന്നു, പരസ്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു, അതേപോലെ സിനിമകൾ ഒരുമിച്ച് ചെയ്യണം. അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഭയങ്കര വേണ്ടപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം? എന്താണ് അതിൻ്റെ പിന്നിലൊരു രഹസ്യം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ ധ്യാനൂട്ടനെ ഫസ്റ്റ് കാണുന്നത് തീരെ ആ ടൈമിലാണ്, അവരുടെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. അന്ന് തൊട്ട് ആ ഒരു കുട്ടിത്തം ഉണ്ട് അവൻ്റെ മുഖത്തും സംസാരത്തിലും. ധ്യാനൂട്ടൻ്റെ അതിൽ കാരണം ജെന്യുവനായിട്ട് അവൻ സംസാരിക്കും, ഭയങ്കര സിൻസിയറാണ്. അത് നമ്മളോട് ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാനെന്നല്ല ആര് നിന്നാലും അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ കൊച്ചു കെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക വരുന്നതാണ്. പിന്നെ എന്നെ ഞാനാക്കിയ ശ്രീനേട്ടനല്ലേ, അപ്പം ആ സ്നേഹം അവരോടുണ്ടാകാതിരിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 ആൾക്കാരും എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും ധ്യാനൂട്ടനും ഞാനും കൂടെ ഒരു മുഴുനീള അമ്മ മോൻ കോമ്പോ വരണം. അടിപൊളി. ഉടനെ തന്നെ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അങ്ങനൊന്നുമില്ല, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മറ്റു ബിബിൻ ജോർജ് കൊച്ചൊക്കെ ബിബിനൊക്കെ എന്നെ സ്മിനുവപ്പാന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കാര്യം. എല്ലാം അങ്ങനെ മക്കളായിട്ട് അഭിനയിച്ചവരും അവർക്കൊക്കെ ഭയങ്കര കാര്യം. പക്ഷെ അവരൊക്കെ കുശുമ്പോടെ പറയും, ധ്യാനൂട്ടൻ്റെ അമ്മ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ലൊക്കേഷനിൽ ധ്യാനൂട്ടൻ്റെ അമ്മ വരുന്നു. ഉജ്ജലിനകത്ത് ധ്യാനൂട്ടൻ്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവര് റീലൊക്കെ ചെയ്യുന്നത്. അവൻ കൊച്ച് ധ്യാനൂട്ടനെ അതിൻ്റെ ഒത്തിരി ട്രോൾ ചെയ്യപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ നീ ട്രോളല്ലോ അമ്മ മനസ്സ് അവിടെ വന്നു. അയ്യോ ധ്യാനൂട്ടൻ്റെ അമ്മ വരുന്നു, നീ ഓടിക്കോളാം അവർ പറഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കായിരുന്നു. ഓക്കെ. ഇപ്പം ചില സമയത്തൊക്കെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം ഏതൊരു വാർത്തയും വളച്ചൊടിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. ഏത് നല്ലൊരു ബന്ധത്തെ പോലും വളരെ വികലമാക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നതല്ല, ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറയുന്നതായിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. അതായത് വീഡിയോ ഔട്ടായിട്ട് റീലായിട്ട് അങ്ങനെയൊക്കെ വരുന്നത്. അതിനൊക്കെ എതിരെ ചേച്ചി സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ചേച്ചിയുടെ ഇന്റർവ്യൂസിലൊക്കെ പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊടുക്കണില്ല, അതിൻ്റെ ഒരു വശം മാത്രമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന റീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ചേച്ചി പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ? ഇല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാം. എനിക്ക് അപ്പം തോന്നുന്നത് അപ്പം പറയാന്നുള്ളു, അല്ലാതെ പ്രത്യേകിച്ച് തയ്യാറെടുത്തൊന്നും ഇപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മളൊരു കാഷ്വൽ ടോക്ക് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. എന്താണോ അങ്ങനെ നമുക്ക് സൗഹൃദങ്ങൾ ഞാൻ എന്നിൽ നിന്ന് അറിയുക എന്നുള്ള, മറ്റൊരാളിൽ നിന്ന് എന്നെ അറിയാൻ ആരും ശ്രമിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച. ഇപ്പം നമ്മൾ തമ്മിൽ ഉള്ള ഒരു വൈബായിരിക്കുമല്ലോ നിങ്ങൾ വേറൊരാളുമായിട്ട്, എനിക്ക് വേറൊരാളായിട്ട്. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് അല്ലേ. അപ്പം അതിൽ ആവശ്യമില്ലാതെ കൈ കടത്തേണ്ട കാര്യം മറ്റുള്ളവർക്കില്ല, അത്രയേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ സിനിമയിലേക്ക് വന്നു, പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വീട്ടുകാരും എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് ചേച്ചി ഒരു സ്പോർട്സ് താരമായിട്ട് മാറും എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളർച്ച അല്ലെങ്കിൽ ആ രീതിയിൽ പോകണം, അല്ലെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എപ്പോഴും? ഇല്ല, എനിക്ക്
സ്പോർട്സ് ഇത്രയൊക്കെ ആയിട്ട് ഒന്നും ആകാതെ ഒരു കുടുംബത്തിൽ ഇത് ഒതുങ്ങിപ്പോയോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ജോ ആൻഡ് ജോ, അത് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കുറച്ച് നാൾ. പിന്നെ ഇതിലേക്കൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും എൻ്റേതായ രീതിയിൽ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ബിസിനസ്സിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെയായിരുന്നു. അവസാനം ഇത് വന്നെത്തി. ഓക്കെ, അപ്പം പുതിയ സിനിമകളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരുന്ന സിനിമകളിൽ എനിക്കെന്ത് പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ എനിക്ക് മുഴുനീളം സിനിമകളുണ്ടായിട്ട് കാര്യമില്ല. കാരണം അതൊന്നും ശ്രദ്ധിക്കുക, ഒരു ചെറിയൊരു സീനാണെങ്കിലും അത് ഞാൻ ചെയ്താൽ കൊള്ളാമെന്നുള്ളതുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറയും. ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ചേച്ചിയുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിലൊക്കെ എന്തെങ്കിലും ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിനയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ നേരത്തെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ സ്കൂളിൽ ആ ഒരു പരിപാടികളേ ഉള്ളൂ. സ്പോർട്സ് ആയിരുന്നു മെയിൻ. പിന്നെ എൻ്റെ ഓർമ്മയുണ്ട് LKG UKG ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഫ്രാൻസിറ്റസിനൊക്കെ മമ്മി എന്നെ ഒരുക്കിയിട്ട് സ്റ്റേജൊക്കെ കയറ്റാൻ പെടുന്ന പാട് ഇടിയിട്ടിട്ടുണ്ട് മമ്മി വലിച്ചു കൊണ്ടുപോയിട്ട്. ഞാൻ കരഞ്ഞു, പേടിയാണ് സ്റ്റേജ്. ഈ അടുത്ത കാലം വരെ എനിക്ക് സ്റ്റേജ് പേടിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ പരിപാടികൾക്കൊക്കെ കയറുമെന്നുള്ളതല്ലാതെ ലാസ്റ്റ് ഞാനൊരു പരിപാടി പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടവകയിൽ എൻ്റെ അങ്കിള് ഒരു നാടകം എഴുതി കൊണ്ടുവന്ന്, അങ്കിളിന് ആരും അങ്കിളിൻ്റെ വലിയൊരാഗ്രഹം ഇത് ചെയ്യണം. ആൾക്കാർ കുറേ പേരെ വിളിച്ചിട്ട് അവരാരും വരും. ഞാൻ ചുമ്മാ അങ്കിളിനെ കളിയാക്കാമെന്ന് ചോദിച്ചാൽ അങ്കിളെ ഞാനിത് ചെയ്യട്ടെ ചോദിച്ചാൽ അപ്പോൾ അങ്കിള് മോന് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് വിട്ടു. പക്ഷെ അങ്കിള് വീട്ടിൽ പോയി സ്ക്രിപ്റ്റും ഒക്കെ എടുത്ത് വന്ന് പിന്നെ എന്നെ പഠിപ്പിലായിരുന്നു. അങ്ങനെ ഒരു പരിപാടി ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് ഇതുമായിട്ട്. പിന്നെ ഉള്ളിൽ അഭിനയമോഹം ഇല്ലാത്ത ആരും ഇല്ലല്ലോ, ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓൾമോസ്റ്റ് സിനിമ കാണുന്നവർക്കും സിനിമയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ അതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം. എൻ്റെ കൂട്ടുകാരികളൊക്കെ ഇടയ്ക്ക് പറയുന്ന കേൾക്കാം, ചില കമൻറ്റുകളിൽ കാണാം, നീ പണ്ടേ പറയുമായിരുന്നെന്ന് സിനിമ വരെ. ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പം ഉണ്ടായിരിക്കാം കേട്ടോ, നമ്മൾ പറയുന്നതായിരിക്കാം, സത്യമായിരിക്കും. അത് നാക്ക് ഒന്ന് പൊന്നായി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്കിപ്പോ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് വാചാലയാകാറുണ്ട്. അപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം, തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാല്യകാലം. ഒരിക്കലും ഒരു ടെൻഷനും ഇല്ല. നാളെ എന്ത് കഴിക്കുമെന്നുള്ളത് വേണ്ട, നാളെ എന്ത് ഉടുക്കുമെന്നുള്ളത് വേണ്ട, നാളെ എന്താ സംഭവിക്കും ഒന്നുമില്ല, ഒന്നിനെ പറ്റിയും ഓർക്കണ്ട. ഇതിപ്പം രാവിലെ എണ്ണീറ്റ് വൈകിട്ട് കിടക്കുന്നതേ കുഞ്ഞുങ്ങൾക്കും കെട്ടിയവനും എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടോ എന്നുള്ളതും, അയ്യോ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് ടെൻഷൻ, ഭർത്താവിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ. അതൊരു അമ്മ എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ, പിന്നെ ഒരു മോളെന്ന രീതിയിൽ, ഒരു ആൻറ്റി എന്ന രീതിയിൽ, ഏതൊക്കെ രീതിയിലാണെന്നറിയാം ഇപ്പൊ ടെൻഷന് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഒരുപോലെ കൊണ്ടുപോകണം. കാരണം അതൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ ബാല്യകാലം തന്നെ, ബാല്യകാലത്ത് നമ്മുടെ ഓണം പോലും എന്ന് ഓർത്ത് എനിക്ക് ബാല്യകാലത്ത് ഞാൻ ഇന്നലെ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓണം ഉണ്ട് കഴിഞ്ഞാൽ അല്ല അതിനു മുമ്പ് ഉണ്ണാൻ തന്നെ വരുന്നത് ഒരു സമയത്താണ്. ഉണ്ട് കഴിഞ്ഞ് ഉണ്ണ എല്ലാ അയലോക്കത്തെ വീട്ടുകാരെല്ലാവരുടെ കൂടി ഒരു സ്ഥലത്ത് കൂടിയിട്ട് വടംവലി പൂ പറിക്കാൻ പോരുന്നും രാവിലെ ആ പാട്ട്, തുമ്പിതുള്ളല്, കൊടമൂത്, എന്തൊക്കെ പരിപാടി, ഉറിതല്ലേ, അങ്ങനെയൊക്കെ എന്ത് രസമാണ്. എല്ലാവരും കൂടെ കിടന്ന കുറേ ആൾക്കാർ കാണും. എന്നിട്ട് കുറേ പേര് ഈ തുമ്പിതുള്ളൊക്കെ വരുമ്പോൾ എന്ത് രസം. പിന്നെ പശുവും പുലിയെ എന്നാ കല്ലിന്ന പശുവേ പുല്ലിന്ന എന്ന് പറഞ്ഞ് ഈ പുലിയെ തിന്നും, ഈ പശുവിനെ തിന്നും, ഞാൻ ഒരു നാഴി വെള്ളം കുടിക്കും, ഞാൻ ഇരുന്നാഴി അങ്ങനെ അങ്ങോട്ട് മറന്നുപോയി, ഇത്രയായി. അതൊക്കെ ഒന്ന് ഊഞ്ഞാലാടി ഏറ്റവും കുതിച്ച് ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ ഇങ്ങപ്പുറ പാപ്പച്ചാൻ അമ്മച്ചി അവരുടെ അതേൽ ഒരു ഭയങ്കര വലിയ പുളിയുണ്ട്. ആ പുളിയിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. പിന്നെ ഓണം അവധി കഴിയുന്നതിന് മുമ്പ്, ഓണം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 10 ദിവസം അവധിക്ക് മുമ്പ് തന്നെ ഊഞ്ഞാലിനുള്ള കയർ എൻ്റെ പപ്പായും കൊണ്ട് മേടിപ്പിച്ചവൾ കെട്ടിക്കഴിഞ്ഞ് എല്ലാവരുടെ കുതിച്ചേറ്റ പുളി അങ്ങിക്കുന്ന പുളിയില ഇല പറിച്ചുകൊണ്ട് വരികയാണ്.
ഒറ്റ ഇത് കുതിക്കുക രണ്ടുപേരും. ആദ്യം ഒരാളെ വെച്ച് ഒറ്റയ്ക്ക് കുതിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരാവും. അവസാനം കലാശക്കൊട്ടെന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടി എത്ര പേരുണ്ടോ അത്രയും പേരും അതേ വലിഞ്ഞു കയറി ഒരു പ്രാവശ്യം കമ്പൊടിഞ്ഞ് വീണ് എല്ലാം കൂടെ താഴെയും പോയിട്ടുണ്ട്. അതൊക്കെ നല്ല ഓർമ്മ. ഇന്ന് ഫ്ലാറ്റുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, പള്ളികളിൽ, എല്ലായിടത്തും ആൾക്കാർ കൂടി ഒരു ഇതിനകത്തായിപ്പോയി ഓണപരിപാടി. പ്രത്യേകിച്ച് ഇൻസ്റ്റന്റ് ഓണം എന്ന് വേണമെങ്കിൽ നമുക്ക്. അതെ, ഇപ്പം നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ സ്നേഹിക്കുന്നു, അവർ അവരുടെ കാലഘട്ടത്തെ സ്നേഹിക്കുന്നു. ഇനി അടുത്ത കാലഘട്ടത്തിൽ വരുമ്പോൾ ഇവർ പറയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. ചിലപ്പം പഴയ കാലഘട്ടം തിരിച്ചു വരാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ പഴയ കാലഘട്ടം നമ്മുടെ എന്നും കുഞ്ഞായിരിക്കുക, അത് ആ സമയത്തുണ്ടായിരിക്കുന്ന ഒരു സന്തോഷവും. സ്കൂൾ വിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ അങ്ങൂന്നേ ഓട്ടവാ, നമ്മൾ പെട്ടെന്ന് ഓടി വന്നിട്ട് എന്താ കഴിക്കാനുള്ള. ചിലപ്പം വീട്ടിൽ ഉച്ചയ്ക്ക് കഴിച്ച ചോറ് തന്നെ ആയിരിക്കും നമ്മളെടുത്ത് കഴിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ പപ്സോ അല്ലെങ്കിൽ മീറ്ററോളോ ഒന്നും ഇല്ലല്ലോ. അന്ന് ആവി പുഴുങ്ങിയ മധുരം വെച്ച ഉണ്ട, ഓട്ടട, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളല്ലേ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ വന്നിട്ട് കഴിക്കുമ്പോൾ ഇന്ന് പിള്ളേരുടെ കയ്യിൽ തന്നെ എപ്പോഴും കഴിക്കാൻ കാണും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നാരങ്ങാ വെള്ളവും പപ്സ് കടയും കാണും. പണ്ട് അങ്ങനെയല്ല. ഞങ്ങളുടെ അവിടെ ഞാൻ സ്കൂളിൽ പഠിക്കും ചെല്ലമ്മയുടെ ചായക്കടയെന്ന് പറഞ്ഞ ചായക്കടയുണ്ട്. നമ്മുടെ അവിടെ ആയിട്ട് ചേർന്ന്. അപ്പം നമ്മുടെ ബെല്ലടിക്കുന്ന ജോസേട്ടനൊക്കെയാണ്. ജോസേട്ടനെ പറഞ്ഞു വിടും, ജോസേട്ടാ ഓണ്ടാ മേടിച്ചോണ്ടാ, പരിപ്പോട മേടിച്ചോണ്ടാ. ഞങ്ങളുടെ വീടിൻ്റെ അങ്ങേപ്പുറം ഒരു ലക്ഷ്മി അമ്മച്ചി എന്നൊക്കെ പറയുന്ന, പിന്നെ അമ്മച്ചി, കുറേ എല്ലാവരെയും അമ്മച്ചി എന്നൊക്കെ എല്ലാവരെയും വിളിക്കുന്ന കേട്ടോ. ഒന്നുകിൽ അങ്ങപ്പുറത്തെ അമ്മച്ചിയുടെ വീട്ടിലായിരിക്കും, അവിടുത്തെ ഇവിടെ എന്തെങ്കിലും ഒരു എനിക്കിഷ്ടപ്പെട്ട കറി അങ്ങപ്പുറം പോയി അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും മീൻകറിയും കൂട്ടി. അവിടെ പാപ്പച്ചാനുണ്ട്. എപ്പോഴും ചോറുണ്ണുമ്പോൾ ഞാനുണ്ടെങ്കിൽ ഈ മീൻകറിക്കകത്ത് ഉരുട്ടിയില്ലേ മുക്കിയിട്ട് ഈ ചോറ് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടി തരും. എനിക്കൊരു ഉരുള തരാതെ പാപ്പച്ചാൻ കഴിക്കത്തില്ലായിരുന്നു. എന്നെ കണ്ടില്ലെങ്കിൽ ഏതേലും വീട്ടിൽ അടുക്കള കാണും, അതായിരുന്നു എൻ്റെ. അവിടെയൊക്കെ പോയി എല്ലായിടത്തും എനിക്ക് അങ്ങനെ ആ ഒരു ഇതില്ല. എല്ലായിടത്തും ഓടി നടന്ന് ചിലപ്പം മമ്മി കിടന്നുകൊണ്ട് സ്മിനുവേന്ന് വിളിക്കും. ഓടി മമ്മി ഇപ്പോഴും പറയും, ഓടി അടുത്ത് വന്നിട്ട് എൻ്റെ മമ്മി ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കിതപ്പ് കാണും പറയാം അവൾ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതെന്ന്. ചേച്ചി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പൊതുവിൽ നമ്മൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും ഒരു ഒരുമയുടെയും അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ഒക്കെ ഒരു ആഘോഷമാണ്. അവിടെ വേറൊരു വിവേചനങ്ങളും ഇല്ലാതെ ജാതിയോ മതമോ ഒന്നും ഇതിനകത്ത് ബാധകമല്ല. എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ചേച്ചിക്ക് നമ്മുടെ SJCC ഫാമിലി, ഒപ്പം തന്നെ നമ്മളെ കേൾക്കുന്ന കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? എനിക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ, ഇപ്പം ഓരോരുത്തടത്തും ഓരോ കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറി ഒന്നും ഇല്ലാതെ എല്ലാവരും സ്നേഹത്തോടെ സഹകരിച്ച് സന്തോഷത്തോടെ ഒറ്റ കൂട്ടായ്മയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക. ഓണം പല പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ എന്തിനാണ് ശരിക്കും? നമ്മൾ മനുഷ്യരല്ലേ, ഒന്ന് ശ്വാസം നിലച്ചാൽ തീരാനുള്ള ജീവിതമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊക്കെ മറന്ന് നല്ല സന്തോഷ നിമിഷങ്ങൾ, വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ഇതാക്കാണ്ട് ആ നല്ല നിമിഷങ്ങൾ നമുക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത്. ആ നല്ല നിമിഷങ്ങൾ സന്തോഷപ്രദമാക്കുക. പണ്ടൊക്കെ ഒരു പാട്ടില്ലായിരുന്നോ? പണ്ടല്ല, ഇപ്പോഴും ഉണ്ട് ആ പാട്ട്. എന്നാലും പണ്ടതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. പണ്ടതിനൊരു ഇപ്പോഴും ഉണ്ട് കേട്ടോ. അല്ല ഇപ്പോഴത്തെ ആൾക്കാരിലവിടെ വന്നിട്ട് എന്നെ ഓടിക്കും. ആ പാട്ടൊന്ന് നമുക്ക് പാടിയാലോ? ഏതാ പാട്ടെന്ന് പറ, ഞാൻ തന്നെ പറയാം. മാവേലി നാടു പാടിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പാറയും ചെറുനാഴിയും കള്ളത്തര അങ്ങനെയല്ലേ? അത്ര മതി. ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ഈശ്വര കാക്കണേ. ഈ ഒരു കോൺഫിഡൻസ് തന്ന ചേച്ചിക്ക് അറിയാണ്ട് പാടിപ്പോയതാ. അപ്പോൾ ചേച്ചി, ഒരുപാട് സന്തോഷം. SJCCയുടെ ഭാഗമായിട്ട് ഈ ഒരു ഓണക്കാലത്ത് ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇത്രയും നേരം വളരെയധികം തിരക്കുകൾക്കിടയിൽ നിന്നും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നു, വിശേഷങ്ങൾ പങ്കുവച്ചു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകൾ ചേച്ചീനെ തേടിയെത്തട്ടെ. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ ലൈഫിലും ഫാമിലി ലൈഫിലും വളരെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്.
താങ്ക് യു, ഹൃദയം നിറഞ്ഞ നന്ദി, ഓണാശംസകൾ. ഓക്കെ.